പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ന്യൂ മോഡൽ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ കനോൺ പിക്സിമ G1730 എന്ന പ്രിന്ററിൽ എങ്ങനെ ഹെഡ് ഇൻസേർട്ട് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹെഡ് ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹെഡ് റീപ്ലേസ് ചെയ്യുന്നത് കനോണിൻ്റെ ഒരു ഓതറൈസ്ഡ് ടെക്നീഷ്യനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് മാറ്റുന്ന സമയത്ത് എന്തെങ്കിലും ഷോർട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയൊരു കോസ്റ്റിലേക്കായിരിക്കും പോവുക. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. രണ്ട് ഹെഡാണ് ഇതിന് വരുന്നത്, കളറിന് ഒരു ഹെഡും ബ്ലാക്കിന് ഒരു ഹെഡും. അങ്ങനെ രണ്ട് ഹെഡുകളാണ് ഈ മോഡൽ സീരീസിന് വരുന്നത്. അല്ലല്ലോ, ഇവിടെ സി എന്ന് എഴുതിയിട്ടുണ്ട്, അത് കളറാണ്. ബി എന്ന് എഴുതിയത് ബ്ലാക്കാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ഹെഡുകളാണ് നമുക്ക് ഇതിൽ ഇൻസേർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം ഈ ഡോർ ഓപ്പൺ ചെയ്യുക. അവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാരേജ് ഇതേപോലെ സെൻറ്ററിൽ വന്ന് നിൽക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും BC എന്ന് എഴുതിയിട്ടുണ്ട്. കാരേജിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ഇതേപോലെ മാർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ബ്ലാക്ക് ഹെഡ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിന് ബ്ലാക്ക് ഹെഡിൻ്റെ പാക്ക് ഞാൻ പൊട്ടിച്ചു. അത് ഹെഡ് പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. കണ്ടില്ല, രണ്ട് ഓറഞ്ച് സ്റ്റിക്കർ ഉണ്ട്. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ റിമൂവ് ചെയ്യണം. അല്ലാതെ റിമൂവ് ചെയ്യാതെ ഒരിക്കലും അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് റിമൂവ് ചെയ്തതിന് ശേഷം ഇതേപോലെ കറക്റ്റ് ആ സ്ലോട്ടിലോട്ട് ജസ്റ്റ് ഒന്ന് ഇറക്കി വിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അത് അതിലേക്ക് ഇറങ്ങി നിൽക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് C ആണ്, കളറിൻ്റെ ഹെഡാണ്. അതിന് ഞാൻ ഇതേപോലെ ഓറഞ്ച് സ്റ്റിക്കർ ഞാൻ റിമൂവ് ചെയ്യുകയാണ്. അത് നിങ്ങൾ മസ്റ്റായിട്ട് റിമൂവ് ചെയ്തിരിക്കണം. എന്നിട്ട് നമ്മൾ C എന്ന് എഴുതിയ കളറിൻ്റെ സ്ലോട്ടിലോട്ട് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം കാരേജിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്തു, ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഡോറ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് കാര്യങ്ങൾ ചെയ്യാൻ. ഞാൻ അതിന് ശേഷം ജസ്റ്റ് ഒരു പ്രിൻറ്റ് കൊടുത്തു. പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്, എറേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ഓതറൈസ്ഡ് ടെക്നീഷ്യനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. ഇനി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.